അപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചമുളകെല്ലാം നല്ലോണം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുടംപുളിയാണ്, ഒരു 3-4 കുടംപുളിയുണ്ട്. അതിങ്ങനെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാണ്. നമുക്കത് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കങ്ങനെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ കഷ്ണം വേഗത്തൊക്കെ അത്രയും വെള്ളമെങ്കിലും ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ കേരമീനാണ്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി നല്ല കഷ്ണമായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ തിളച്ച ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നമ്മൾ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പെരിഞ്ചീരകവും കുരുമുളകും പൊടിച്ചതാണ്, അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് കുറുകി കഷ്ണമൊക്കെ ഒന്ന് വേകണം. അപ്പോൾ ഒന്ന് അടച്ചു വെക്കാം. നമ്മുടെ കറിയൊക്കെ നല്ല തിളച്ചൊക്കെ പറ്റിയിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കണം, ഉപ്പൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. നല്ല ചാറൊക്കെ കുറുകിയിട്ടുണ്ട്, കഷ്ണമൊക്കെ നല്ല വെന്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേരക്കറി റെഡിയായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്കിനി ഇത് അടപ്പിൽ നിന്ന് താഴെ ഇറക്കി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ മതിയാവും.